സൂറത്തുൽ സൽസല. സൽസല സൂറത്ത് അത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്. ആ സൂറത്തുകളുടെ ആയത്തുകളുടെ എണ്ണം സമാനു ആയ 8 ആയത്താണ്. മക്കത്തും ഇറങ്ങിയ സൂറത്തുണ്ട്, മദീനത്തും ഇറങ്ങിയ സൂറത്തുണ്ട്. ഇത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്. സൂറത്തുൽ സൽസല എന്ന പേര്. ആ സൂറത്താണ് ഉസ്താദ് നേരത്തെ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അത് ഇവിടെ ഓതുമ്പം ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ഓതുന്നു. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, ആ ഒരു ബറക്കത്തായ ആ പേര് കൊണ്ട് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എന്നിട്ട് ഓതുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർളു, ഭൂമി കിടിലം കൊള്ളപ്പെട്ടാൽ, ഭൂമി വിറക്കപ്പെട്ടാൽ, സിൽസാലഹ, ഒരു വിറയൽ വിറച്ചാൽ, ഒരു കുലുക്കം കുലുങ്ങിയാൽ, അങ്ങനെ അതിൻ്റെ അർത്ഥം. അതാണ് ഭൂമി അതിൻ്റെ കുലുക്കം കുലുങ്ങിയാൽ. സൽസല, സിൽസല. സുൽസില എന്ന് പറഞ്ഞാൽ കുലുങ്ങുക. ആരാ കുലുങ്ങുന്നത്? അൽ അർദു, ഭൂമി. സിൽസാലഹ, ഒരു 1.5 കുലുക്കം കുലുങ്ങിയാൽ. ഭൂമി കിടന്നിങ്ങനെ കുലുങ്ങുന്ന, നമ്മൾ കുലുങ്ങുന്നില്ല, അതുപോലെ ഭൂമി കിടന്നിങ്ങനെ പെടക്കും, കുലുങ്ങും. ആ ഇതിനെപ്പറ്റിയാണ് ഖുർആൻ പറയുന്നത്. അഥവാ ഖിയാമത്ത് നാളിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഖിയാമത്ത് നാൾ വരാൻ പോവുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ ഖിയാമത്ത് നാളിനെ പറ്റി മനസ്സിലാക്കിയത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തിലൂടെയാണ്. അള്ളാഹിൻ്റെ റസൂലിന് മുഅ്ജിസത്ത് കിട്ടുമല്ലോ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് റസൂൽ ഇങ്ങനെ പറയും. റസൂലിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി കൊണ്ട് ഇങ്ങനെ എത്തിച്ചു കൊടുക്കും. വഹി എത്തിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി റസൂലിന് മനസ്സിലാക്കാൻ പറ്റും എന്താ നടക്കാൻ പോകുന്നതെന്ന് റസൂലിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭൂമി കുലുങ്ങാൻ പോവുകയാണ്, ശക്തമായി കുലുങ്ങാൻ പോവുകയാണ്. അതാ പറഞ്ഞത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി കുലുക്കം കുലുങ്ങിയാൽ, ഭൂമി കുലുങ്ങാൻ തുടങ്ങിയാൽ, ഭൂമിയുടെ കുലുക്കം താങ്ങാൻ പറ്റത്തില്ല, ഭൂമി കിടന്ന് പെടക്കാൻ തുടങ്ങുന്ന, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഭൂമി കുലുങ്ങുവാണ്, പെടയ്ക്കുകയാണ്, നല്ലോണം കുലുങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഭൂമി കുലുങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ തഫ്സീർ വായിക്കാം. ഐ ഹുരിക്കത്തിൽ അർളു ഇൻദ നഫ്ഖത്തിൽ ഊലാ. ഐ ഹുരിക്കത്ത്, തഫ്സീർ. ഖുർആൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? തഫ്സീറിലൂടെ. ഐ ഹുരിക്കത്ത്, വിറക്കപ്പെട്ടാൽ, അൽ അർളു, ഭൂമി വിറക്കപ്പെട്ടാൽ, ഇൻദ നഫ്ഖത്തിൽ ഊലാ, ശക്തമായ വിറക്കപ്പെട്ടാൽ, ഒന്നാമത്തെ ഊത്തിൽ, ഭൂമിയുടെ ഒന്നാമത്തെ ഊത്തിൻ്റെ അവസരത്തിൽ ശക്തമായ വിറപ്പിക്കപ്പെട്ടാൽ, അതിൻ്റെ ശക്തമായ പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടാൽ, ഭൂമി കിടന്ന് കുലുങ്ങും. ഒന്നാമത്തെ ഊത്ത് ആരാ ഊതുന്നത്? സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുകയാണ്. ആ കാഹളം ഇസ്രാഫീൽ അലൈഹി സ്വലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഊത്തും. അങ്ങനെ ഒന്നാമത്തെ ഊത്ത് ശക്തമായി ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതുമ്പോഴേക്ക്
ശക്തമായി ഭൂമി കുലുങ്ങുവാൻ തുടങ്ങും. എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കുക. എല്ലാം കിടന്നാടും. നമ്മൾ മദ്രസയിൽ ഇരിക്കുവാണെങ്കിൽ ഓതുവാണെങ്കിൽ മദ്രസ കിടന്നാടും, മൊത്തത്തിൽ കിടന്നാടും. ഭൂമിയാണ് കുലുങ്ങുന്നത്. ഇങ്ങനെ പിടിച്ച് ഈ സാധനം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുലുക്കുന്നത് പോലെ ഭൂമിയെ പിടിച്ച് അല്ലാഹു തആല നല്ലോണം കുലുക്കും. അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊതൂറും. അപ്പോൾ ഭൂമി ശക്തമായി കുലുങ്ങാൻ തുടങ്ങും. എന്ത് സൗണ്ടായിരിക്കും, എന്ത് ബഹളമായിരിക്കും. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കിടന്ന് കുലുങ്ങാൻ തുടങ്ങും. വലിയ ബിൽഡിങ്ങുകൾ കിടന്നൊക്കെ താഴത്തോട്ട് വീഴാൻ തുടങ്ങും. കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങും. കടലിലെ വെള്ളമൊക്കെ ഇങ്ങോട്ടടിച്ച് കയറാൻ തുടങ്ങും. അത് ഖിയാമത്ത് നാൾ വരാൻ പോവുകയാണ്. ഭൂമി കുലുങ്ങാൻ പോകുമ്പോൾ ഒന്നാമത്തെ തൂത്ത് കഴിയുമ്പോൾ ഭൂമി കുലുങ്ങാൻ തുടങ്ങും. നല്ലോണം കിടന്ന് കുലുങ്ങും. എന്താണ് ആ കുലുക്കം? അമേരിക്കയിലെ വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീണു. ദുബായിലെ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. പർവ്വതങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങും. നമ്മളാരും കാണാത്ത കുലുങ്ങാൻ പോണത്. മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തായിരിക്കും അവസ്ഥ? ഇന്നേ വരെ ഇങ്ങനത്തെ കുലുക്കം കണ്ടിട്ടില്ല. ആളുകളെല്ലാം മരിക്കാറുള്ളൂ. ആളുകൾ ഓടാൻ തുടങ്ങും. പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങും. അല്ലാഹ് പറയുന്നു, ഭൂമി കുലുങ്ങാൻ പോകുന്നു. ഇത് റസൂൽ ഓതിക്കൊടുക്കുന്നു. അള്ളാന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുന്നു. വരാൻ പോകുന്ന കാര്യങ്ങൾ റസൂലിന്റെ നാവിലൂടെ അള്ളാഹുവിന്റെ ഖുർആനായിട്ട് മുഅ്ജിസത്തായിട്ട് ഓതിക്കൊടുക്കുന്നു. റസൂൽ നിർത്തിയില്ല. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കുലുങ്ങാൻ ആരംഭിക്കുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുറന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊതുമ്പോൾ ഭൂമി കിടന്ന് കുലുങ്ങുകയാണ്. ഇന്ന് വരെ കാണാത്ത കുലുക്കം കുലുങ്ങുകയാണ്. അടുക്കളയിൽ ജോലി ചെയ്തിരിക്കുന്ന ഉമ്മ കിടന്നാടുകയാണ്. സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ തലകറങ്ങി വീഴുകയാണ്. സ്കൂളിലെ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുകയാണ്. ആളുകൾ വണ്ടിയെടുത്തുകൊണ്ട് കണ്ണും മെയ്യും മറന്നുകൊണ്ട് ഓടുന്നു. പല വണ്ടികളും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. കടലുകൾ ശക്തമായി അടിക്കുന്നു. തിരമാലകൾ വലിയ സുനാമികൾ പോലെ ആർത്തട്ടഹസിക്കുന്നു. പ്ലെയിനുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. വലിയ പ്രക്ഷോഭങ്ങൾ ആകാശത്ത് നടക്കുന്നു. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു. നക്ഷത്രങ്ങൾ തമ്മിൽ അടിക്കുന്നു. വലിയ സംഭവം സംഭവിക്കുകയാണ്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അൽ ഖാരിഅ വലിയ സംഭവമാണ്. ഇത് വലിയൊരു സംഭവമാണ്. ഇതുവരെ നമ്മളാരും കാണാത്ത സംഭവമാണ്. ആളുകളെല്ലാം പേടിച്ചു പോകുന്ന സംഭവമാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, റസൂല് നാവിലൂടെ പറയുന്നു, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിൻ്റെ ഭാരത്തെ പുറന്തള്ളുകയും ചെയ്താൽ, ഭൂമി കുലുങ്ങാൻ തുടങ്ങിയാൽ കുലുങ്ങിട്ട് നിർത്തിയില്ല. ഭൂമി കുലുങ്ങുമ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ള ഭാരത്തെ ഭൂമി പുറത്തിടുകയും ചെയ്താൽ, ഭൂമിയുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ, നമ്മുടെ സാധനം കുലുക്കാൻ നേരത്തെ ഉള്ളിലുള്ള സാധനമൊക്കെ വരത്തില്ല മേളിലോട്ട്, എന്ന് മുകളിലുള്ളതൊക്കെ തകർന്ന് വീഴുകയും ചെയ്യും. ഉള്ളിലുള്ള സാധനം പുറത്തോട്ട് വരും. എന്തായിരിക്കും ഉള്ളിലുള്ള സാധനം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെള്ളങ്ങൾ. പിന്നെ പ്രധാനപ്പെട്ട എന്തായിരിക്കും? തഫ്സീറിൽ പറയുന്നത് എന്തായിരിക്കും? ഭൂമിയുടെ ഉള്ളിലുള്ള ഭാരങ്ങളെ ലാവകൾ. അതൊക്കെ കറക്റ്റാ. വേറൊരു ഭാരമുണ്ട്. എന്തായിരിക്കും ആ ഭാരം? മയ്യത്തുകൾ. ആര് പറഞ്ഞേ? കറക്റ്റാ.
എല്ലാം ഉണ്ടെങ്കിൽ മയ്യത്തുകളാണ്. നമ്മുടെ എല്ലാവരും മയ്യത്തിലാണ്. ഭൂമി കുലുങ്ങുമ്പോൾ സാഹിബിൻ്റെ പള്ളിയുടെ പള്ളിക്കാട്ടിൽ നിന്നും എത്രയോ 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ് ഖബറടക്കിയ ഖബറാളികളില്ലേ, വഅഖ്റജത്തിൽ അർളു, ഭൂമി പുറത്തോട്ടിടും, അസ്ഖാലഹാ, ആ ഭൂമിയിലെ ഭാരങ്ങളാകുന്ന മയ്യത്തുകളെ ഖിയാമത്ത് നാളിൽ ഭൂമി പുറത്തോട്ടിടുമെന്ന് പരിശുദ്ധ ഖുർആൻ. മയ്യത്തുകളെല്ലാം പുറത്തോട്ട് വരും. മയ്യത്തായിട്ടല്ല എലിച്ച വരുന്നത്, കുലുങ്ങോ പുറത്തോട്ട് വന്ന് കിടക്കും. മയ്യത്തുകളൊക്കെ ഭൂമിയിൽ നിന്ന് ഇറങ്ങി വരും, പുറത്തോട്ട് തള്ളും ഭൂമി. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, ഉമ്മുമ്മമാർ, കാരണവന്മാർ, ബന്ധുമിത്രാദികൾ, ഉസ്താദന്മാർ. നമ്മുടെ സാഹിബിൻ്റെ പള്ളിയാണെങ്കിൽ എത്ര ആൾക്കാരാണ് വരുന്നത്? 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ കിടക്കുന്ന സ്ഥലമായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി വരും. അത് ഭൂമിയിൽ അടക്കിയിരിക്കുന്ന ഭാരങ്ങൾ. ഖിയാമത്ത് നാളിൽ ഈ മയ്യത്തുകളെല്ലാം പുറത്തോട്ടിടും. തഫ്സീർ വായിക്കാം. കുനൂസുഹാ വമൗതാഹാ, ഞാൻ വായിക്കുന്നത് തഫ്സീറാണ്. ഭൂമിയുടെ ഭാരങ്ങളെ ഭൂമി പുറത്തോട്ടിടും. കുനൂസ്, രത്നങ്ങൾ, കല്ലുകൾ, മരതകങ്ങൾ, വജ്രങ്ങൾ, വജ്രായുധങ്ങൾ, വലിയ വലിയ പണത്തിൻ്റെ വലിയ വലിയ കോടിക്കണക്കിന് രൂപയുള്ള വലിയ വലിയ കല്ലുകൾ പുറത്തോട്ടിടും. എന്തൊക്കെയുണ്ട്, ലാവകൾ പുറത്തോട്ടിടും. പ്രത്യേകം പറയുന്നു, വമൗതാഹാ, മരിച്ചുപോയ മയ്യത്തുകളെ അല്ലാഹു പുറത്തോട്ടിടുമെന്ന് പരിശുദ്ധ ഖുർആൻ. മയ്യത്തുകളെ പുറത്തോട്ടിടും. അങ്ങനെയാണ്. അല്ല ഉസ്താദേ, മയ്യത്തിപ്പം കാണുമോ? ഇവിടെ മയ്യത്തായിട്ട് വരും. ഇപ്പം നമ്മുടെ പഴയ ആളുകൾ മരിച്ചുപോയ 10, 50 കൊല്ലം, 1 കൊല്ലം, എത്ര ആയിക്കോട്ടെ, നമ്മൾ ഖബറൊക്കെ കുഴിക്കാൻ നേരത്ത് മയ്യത്തോടെ കാണുവാ? മയ്യത്ത് ഇവരൊക്കെ കുഴിക്കുന്ന ആളുകളാണ്, അവർക്കൊക്കെ അറിയാം. മയ്യത്ത് കാണാറുണ്ടാവും, ചിലതിനൊക്കെ ഒന്നും കാണത്തില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് മരിച്ചാൽ എല്ലാം നശിക്കും. ഒരു ചെറിയൊരു കണ്ണുകൊണ്ട് ഒരു ചെറിയൊരു ശരീരത്തിലെ ഒരു ഞരമ്പിൻ്റെ ഒരു സാധനം, ഒരു എല്ലൊഴിച്ച്, ആ എല്ല് നമുക്ക് കാണാൻ പോലും പറ്റുന്ന, ചിലപ്പോൾ കാണാം, വളരെ ചെറുതാണ്, അത് മണ്ണുമായി നുരുമ്പി പോകത്തില്ല. അതിൽ നിന്നാണ് അള്ളാഹു തആല തിരക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതിന് വലിയ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ അതിൽ നിന്നും അള്ളാഹു തആല സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണല്ലോ അള്ളാഹു തആല. ചെറിയൊരു വെള്ളത്തുള്ളിയിൽ നിന്നും അള്ളാഹുവിന് നിസ്സാരമാണ് ഇതിൽ കിടക്കുന്നത്. അതാ പറഞ്ഞത്, അവിടെ നിന്ന് മയ്യിത്തായിട്ട് പുറത്തോട്ട് ഭൂമി തള്ളപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഭൂമി അതിൻ്റെ ഭാരത്തെ, ഭൂമിയിലുള്ള നിധികളെയും മരണപ്പെട്ട ആളുകളെയും ഭൂമി പുറന്തള്ളുമെന്നാണ്. എല്ലാവരും ഇറങ്ങി വരും. നമ്മുടെ വാപ്പമാരും നമ്മുടെ കാരണവന്മാരൊക്കെ ആ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരും. ഭൂമി പുറത്തോട്ട് തള്ളും. അവർ ഇറങ്ങി വരാമെന്നല്ല, അവരെ തള്ളി പുറത്തോട്ടിടും. അങ്ങനെ ഇറങ്ങി വരുമെന്നാ. അങ്ങനെ ഓരോരുത്തർ ഇറങ്ങി വരും. ഇതാണ് വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. വേറൊരു വിശദീകരണം മഹാന്മാർ പറയുന്നു, മരിച്ചുപോയ മനുഷ്യരെ മാത്രമല്ല, അതിൻ്റെ അടുക്കുകയിൽ അടിഞ്ഞു കിടക്കുന്നവരുടെ കർമ്മങ്ങൾ, മനുഷ്യന്മാരുടെ അടുക്കലുള്ളായിരുന്ന അടിഞ്ഞു കിടക്കുന്ന കർമ്മങ്ങൾ, അവരുടെ കർമ്മങ്ങളും വാക്കുകളും അടങ്ങുന്ന അനക്കങ്ങളും സാക്ഷ്യങ്ങളെയും അത് വെളിയിലേക്ക് തള്ളും. മനുഷ്യന്മാരുടെ സംസാരങ്ങൾ, മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ എല്ലാം ഭൂമി പുറത്തോട്ട് തള്ളുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അതങ്ങനെയാണ്. നമ്മളിപ്പം ഭൂമിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ്. ഇപ്പോൾ മുമ്പ് ഞാൻ ഈ അടുത്ത് 1 കൊല്ലമായില്ല, നമ്മുടെ പ്രദേശ നേതാവില്ലേ, ആരെ കേരളത്തിൻ്റെ പ്രദേശ നേതാവ് ആരാ അറിയാവോ? ഇവർക്കറിയാമെന്ന് ചോദിച്ചു. എവിടുത്തെ MLA എന്നറിയാവോ? എവിടുത്തെ MLA? ഫറൂഖ്. അപ്പോൾ പുള്ളി ഒരു ദിവസം പറഞ്ഞേട്ടെ പ്രസംഗം, നിങ്ങൾ കേട്ടെന്നുള്ളത്,
ഞാൻ ആരുടെയും കുറ്റം പറയാൻ പോകത്തില്ല. പുള്ളി പറയുക കുറേ നാൾ കഴിയുമ്പം, കുറേ വർഷങ്ങൾ കഴിയുമ്പം നമ്മളിപ്പോൾ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം പിടിച്ചെടുക്കാൻ പറ്റിയ ഉപകരണങ്ങൾ ഭാവി തലമുറ കണ്ടുപിടിച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ പിന്നീട് കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കേട്ടായിരുന്ന ആ പ്രസംഗം? ഞാൻ അന്ന് ഒരുവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം ഞാനിത് ആലോചിച്ച്, ഇതിനകത്ത് തഫ്സീറിൽ പറയുന്നുണ്ട്, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുന്ന പറഞ്ഞാൽ മയ്യത്തുണ്ട്, അതിൽ സംസാരങ്ങൾ, നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ ഭൂമിയിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ചീത്ത പ്രവർത്തനങ്ങൾ, നന്മ പ്രവർത്തനങ്ങൾ എല്ലാം ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം വായുവിൽ തന്നെയുണ്ട്, ഈ വായുവിലുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, 10, 20, 40, 50, 60, 100 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ എന്തൊക്കെ സംസാരിച്ചുവെന്ന് എൻ്റെ മക്കളുടെ മക്കൾ അല്ലെങ്കിൽ വരുന്ന തലമുറക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. നിങ്ങളുടെ ഉമ്മാമാർക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ മക്കളുടെ മക്കൾ, പേരക്കുട്ടികൾ വലിയ പണ്ട് 19 വർഷം മുമ്പ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? ഇല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ അങ്ങ് ദുബായിലിരിക്കുന്ന മകൻ കേൾക്കുമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ തലക്ക് വട്ടാണെന്ന് പറയുമായിരുന്നു. 950, 60, 70, 80, 90 കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ ഫോൺ വന്നത്. ഞാൻ മൊബൈലിൽ വിളിച്ചു കേട്ടോ. ഞാൻ മോനെ വിളിച്ചു പറഞ്ഞാൽ, നീ എന്തീ പറയുന്നത്? എങ്ങനെ മോനെ കാണാനാണ്? എങ്ങനെ മോനെ വിളിക്കാനാണ്? അന്ന് കത്തുകളാണല്ലോ. ഇന്നൊന്നും വേണ്ട. ഒരു വിവരം അറിയിക്കണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് അയച്ച് ഞെക്കിയാൽ 100, 200, 300, 1000, 10000. ഇപ്പോൾ പകലായ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയായ, ഇപ്പോൾ സുബഹിയായ അമേരിക്ക അല്ലെങ്കിൽ രാത്രിയായ അമേരിക്കയിൽ ഈ സെക്കൻഡ് തന്നെ ചെല്ലും. ഇതൊരു 30 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഖുർആൻ പറയുന്നു, നിങ്ങളതുപോലെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സംസാരങ്ങൾ ഇപ്പോഴും ഭൂമിയിലുണ്ട്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും വിചാരിക്കുന്നു അവർക്കൊരു ഉപകരണം കിട്ടി. 10, 60, 100 വർഷം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഉപകരണങ്ങൾ അവർ നോക്കുന്നു, നല്ല ഉപകരണമാണല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അവർ നിങ്ങളുടെ സംസാരങ്ങൾ ഭൂമിയിലുണ്ടത് വലിച്ചെടുക്കാൻ പറ്റിയ ഉപകരണമാണ്. എൻ്റെ ഉപ്പയുടെ ഉമ്മ, എൻ്റെ ഉമ്മുമ്മ, എൻ്റെ ഉപ്പാടെ ഉമ്മ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്? 2025 മെയ്യിൽ എന്താണ് സംസാരിച്ചത്? പരിശുദ്ധമായ വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞ് എന്താണ് ഉമ്മ സംസാരിച്ചത്? 7 മണി അടിച്ചു നോക്കിയപ്പോൾ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉമ്മ സംസാരിക്കുന്നത് ഖുർആനാണ്. പിന്നെയും അടിച്ചു നോക്കി, ഉമ്മ ചെല്ലുന്നത് ദിക്റാണ്. പിന്നെയും അടിച്ചു നോക്കി, ഒരു 5 മണിക്ക് അടിച്ചു നോക്കി. അന്നത്തെ ദിവസം അന്നും ഉമ്മയുടെ വാക്കുകൾ ഇവിടെയുണ്ട്. വലിച്ചെടുത്തിട്ട് ആ മിഷീൻ പറയുന്നു, ഉമ്മ ഇപ്പോഴും നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഉമ്മയുടെ എടുത്ത് നോക്കി, എന്താണ് പറഞ്ഞത്? 10, 200 വർഷങ്ങൾ കഴിഞ്ഞെടുത്ത് നോക്കുന്നു. അപ്പോൾ ഉമ്മ പറയുന്നത് അപ്പുറത്തെ വർഷം അന്നത്തെ ഉമ്മ മറ്റൊരു ഉമ്മയുടെ മറ്റൊരു ഇത്തായുടെ കുറ്റം പറയുന്നതാണ്. വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കൊണ്ട് ഈബത്ത് പറയുന്നു, കളിയാക്കുന്ന സംസാരമാണ്. കുറ്റം പറയുന്നത് 200 അല്ലെങ്കിൽ മക്കൾ വെക്കുമ്പോൾ, അയ്യേ എന്തൊക്കെയോ ഉമ്മ ഈ പറഞ്ഞു കൂട്ടുന്നത്, ആരൊക്കെയോ പറ്റി എന്തൊക്കെയോ പറയുന്നു, ആരൊക്കെയോ വഴക്ക് പറയുന്നു, എന്തൊക്കെയോ പറയുന്ന ചീത്ത വാക്കുകൾ പറയുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ വരും. അത് ഭൂമിയിലുണ്ടെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അത് ഭൂമി പുറന്തള്ളും. ഈ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഭൂമി പുറന്തള്ളും. സാക്ഷ്യങ്ങളും എല്ലാം ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് പുറന്തള്ളിക്കും. അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, പ്രവർത്തിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. എല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറിൽ ഭൂമി സാക്ഷി പറയും. എല്ലാ സാക്ഷ്യം പറയും. കയ്യ്, കാല്, മൂക്ക്, വാ, ഭൂമി എല്ലാം സാക്ഷ്യം പറയും. ഒരു കാര്യം പറയും, ശ്രദ്ധിക്കുക. ഖുർആൻ നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. റസൂൽ പറഞ്ഞില്ലേ, എന്തെങ്കിലും നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മിണ്ടായിരുന്നാൽ മതി. വെറുതെ എന്തിനാ ആളുകളുടെ കുറ്റം പറയുന്നത്? വെറുതെ എന്തിനാ ഈബത്ത് പറയുന്നത്? അതൊക്കെ ഭൂമി മനസ്സിലാക്കും. വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തോട്ടിട്ടാൽ, ഭൂമി കുലുങ്ങുകയും ചെയ്തു. അതിൻ്റെ ഭാരങ്ങളായ രത്നങ്ങളും വജ്രങ്ങളും
വലിയ വലിയ മയ്യിത്തുകളെയും അതുപോലെ തന്നെ സംസാരങ്ങളെയും പ്രവർത്തനങ്ങളെയും സാക്ഷ്യങ്ങളെയും അത് വെളിയിലേക്ക് തള്ളുന്ന ദിവസമാണ്. അതാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുകയാണ്. ഒരു ഹദീസിൽ കാണാം, റസൂൽ പറഞ്ഞൊരു ഹദീസ്, വഖദ് അഖ്ബറന റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന സാഹിബസ്സൂർ മുസ്തഇദുൻ ദായിമാ ലിന്നഫ്ഖി ഫീഹി. റസൂൽ പറയുകയാണ്, വഅന്ന സാഹിബസ്സൂർ, സൂർ എന്ന കാഹളം ഊതുന്ന മലക്ക് മുസ്തഇദുൻ ദായിമൻ, എല്ലാ സമയവും തയ്യാറായി നിൽക്കുകയാണ്. സൂറ് കാഹളം ഊതുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ലിന്നഫ്ഖി ഫീഹി, സൂറെന്ന കാഹളത്തിൽ ഊതുവാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം തയ്യാറായി എപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി റെഡിയായി നിൽക്കുക. അള്ളാഹ് എപ്പോൾ പറയുന്നു അപ്പോൾ ഓതും, പിന്നെ താമസിക്കത്തില്ല. അല്ല പറയും ഊതിക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഊതും, അപ്പോൾ പിന്നെ ഒറ്റ ഊതാൻ തുടങ്ങും. നബി പറയുന്നു, കൈഫ അൻഅമു വഖദിൽ തഖമ സാഹിബുൽ ഖർനി, കാഹളത്തിൻ്റെ കൊമ്പിൻ്റെ ഉടമസ്ഥൻ കൊമ്പിനെ വായിൽ വെച്ചിരിക്കുകയാണ്. ഇതാരാ കാഹളത്തിൻ്റെ ഉടമസ്ഥൻ? ആരാ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ്? കൈഫ സാഹിബു ഖർനി, കർണെന്ന് വെച്ചാൽ കൊമ്പിൻ്റെ, കാഹളത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് വെച്ചിരിക്കുകയാണ്? കാഹളത്തിൻ്റെ കൊമ്പിൻ്റെ ഉടമസ്ഥൻ കൊമ്പിനെ വായിൽ വെച്ചിരിക്കുകയാണ്. അപ്പം കതിൽ തക്കം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ആ സമയം വെക്കലല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ പറയുകയാണ്, അത് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അവ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഊതിക്കോ എന്ന് പറയേണ്ട ആ സമയത്ത് ഊതും. ഊതിക്കോ എന്ന് പറയുമ്പോൾ ഊതല്ല, ഊതാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അള്ളാഹിൻ്റെ ഓർഡർ കിട്ടി അപ്പോൾ ഊതും. സാഹിബിൻ്റെ ഉടമസ്ഥൻ, കർണിൻ്റെ കാഹളത്തിൻ്റെ ഉടമസ്ഥനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഉടമസ്ഥത കൊടുക്കുമല്ല. കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ബുക്കിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഞാൻ. പക്ഷെ ഇത് അള്ളാഹു എനിക്ക് ഉടമപ്പെടുത്തി തന്നതാണ്. അള്ളാഹുവാണ് ഉടമസ്ഥൻ, എനിക്ക് ഉടമപ്പെടുത്തി തന്നു. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആളുകൾക്കും ചില കാര്യങ്ങൾ അള്ളാഹു തആല ഉടമപ്പെടുത്തി കൊടുക്കും. അള്ളാഹ് കൊടുക്കുന്നത് അത്. മാലിക്കുൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഉടമസ്ഥാവകാശം കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തആല ഉടമസ്ഥാവകാശം കൊടുക്കും. എന്നാ അള്ളാഹുവാണ് കൊടുക്കുന്നത്, റബ്ബാണ് കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നൽകും. അതിങ്ങനെ കൊടുത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അല്ലാഹു മുഅ്തി അനൽ ഖാസിം, അള്ളാഹുവാണ് തരുന്നവൻ, ഞാനാണ് വിതരണം ചെയ്യുന്നവനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടമസ്ഥപ്പെടുത്തി കൊടുക്കും. അള്ളാഹ് കൊടുക്കുന്നതാണ്. അള്ളാഹ് ഉടമസ്ഥി കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുന്നത്? പറ. അള്ളാഹിൻ്റെ ആളുകൾക്ക് നമുക്കിതൊക്കെ തരും. നമുക്ക് കാറ് തരുന്നു, വണ്ടി തരുന്നു. ഉസ്താദേ എനിക്ക് അള്ളാഹ് വണ്ടി തന്നു കേട്ടോ, എനിക്ക് ഉടമസ്ഥാവകാശം വണ്ടി തന്നു, മക്കളെ തന്നു, വീട് വെക്കാൻ അവസരം എല്ലാം തന്നു അള്ളാഹു തരാം. നമ്മളെല്ലാം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്താൽ ഒന്നും ചെയ്തില്ല. എന്നാൽ അള്ളാഹിൻ്റെ ആളുകൾക്ക് അള്ളാഹ് ഉടമസ്ഥപ്പെടുത്തി കൊടുക്കും. എങ്ങനെ? അള്ളാഹുവിൻ്റെ ആളുകൾക്ക് അള്ളാഹു ഉടമപ്പെടുത്തി കൊടുക്കും. എന്നാ പിടിച്ചോ. ഈ ഭൂമി ഉടമപ്പെടുത്തി കൊടുക്കുമോ? ഇല്ലേ? എന്താ? അള്ളാഹു തആലയ്ക്ക് ഈ ഭൂമി ഉണ്ടായിട്ട് വല്ല നേട്ടമുണ്ടോ? ഭൂമി ഇല്ല. നമ്മളാരും ഇല്ലെങ്കിൽ അള്ളാഹുവിന് കോട്ടമുണ്ടോ? അല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. ഈ ലോകമുണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹുവിനൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധി കൂടത്തുമില്ല, കുറയത്തുമില്ല. അള്ളാഹു അതാ.
നമ്മളാരും അള്ളാഹുവിന് ഇബാദത്ത് എടുത്തില്ല. അള്ളാഹുവിന് ഒന്നും കുറയത്തില്ല. അള്ളാഹു നമ്മളെ തൊട്ട് ഐശ്വര്യവാനാണ്. നമ്മുടെ ഒന്നും ആവശ്യം പോലും ഇല്ല അള്ളാഹ്ക്ക്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധി വെച്ചാണല്ലോ. നമ്മൾ കുറേ അള്ളാഹുവിന് കുറേ ഇബാദത്ത് എടുത്താൽ അള്ളാഹുവിന് എന്തോ കൂടുന്നുണ്ടോ? മഹത്വം കൂടുന്നുണ്ടോ? കുറയുന്നുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഒന്നും ആവശ്യമില്ല. റബ്ബുൽ ആലമീൻ, ഇതൊക്കെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു തആല. ഇതൊക്കെ പരിപാലിക്കുന്നവനാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹ് ഉണ്ട്. ഭൂമിക്ക് മുമ്പും അള്ളാഹ് ഉണ്ട്. ഭൂമി ഉണ്ടായതിനു ശേഷം അള്ളാഹുവിന് മഹത്വം കൂടിയിട്ടുമില്ല. ഭൂമി ഇല്ലെങ്കിൽ അള്ളാഹുവിന് ഒന്നുമില്ല. ഇതൊക്കെ അള്ളാഹുവിന് ഒന്നുമില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഇതൊന്നുമല്ല. കൊടുത്താലും ഒന്നുമില്ല, ഇല്ലെങ്കിലും ഒന്നും. ഇതൊന്നും അല്ല അള്ളാഹ്. ഇതൊന്നും അള്ളാഹുവിന് പ്രത്യേക മഹത്വം കൂട്ടുന്നുമില്ല, കുറക്കുന്നുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ട് അള്ളാഹു തആല നൽകിയത്. കൊടുത്ത് റസൂലിനെ സർവ്വലോകത്തിനും അനുഗ്രഹമായിക്കോ. ശരിയല്ലേ? സർവ്വലോകത്തിനും അനുഗ്രഹമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകി. ആർക്ക്? റസൂലിന്. അതുപോലെ സൂറെന്ന കാഹളം ഊതിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറിൻ്റെ അധികാരം, സൂറെന്ന കാഹളം ഊതിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നീ സൂറെന്ന കാഹളത്തിൻ്റെ ആളാണ്, ഈ കാഹളത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്. അള്ളാഹുവാണ് നൽകിയത്. നൽകി. നമുക്ക് നൽകാറില്ലേ? അടിയിൽ കിടക്കുന്ന ബൈക്കിൻ്റെ ഉടമസ്ഥൻ ആരാ? അള്ളാഹാണോ നമ്മളാണോ? തൻ്റെ കാറോടെ കിടപ്പുണ്ട്. ആരാണ് അതിൻ്റെ ഉടമസ്ഥൻ? ആരാ? ഞാനല്ലേ. പിന്നെന്താ നിങ്ങൾ അള്ളാഹ് എന്ന് പറയാത്തത്? അതിൻ്റെ അള്ളാഹു തആല അങ്ങനെ ചെറുതും ഉടമപ്പെടുത്തി തരും. അള്ളാഹിൻ്റെ ആളുകൾക്ക് അള്ളാഹു തആല വലിയ കാര്യങ്ങളും ഉടമപ്പെടുത്തി കൊടുക്കും. എന്നാ സ്നേഹം കൂടുമ്പോൾ എന്നാ പിടിച്ചു. ലോകം മൊത്തവും നൽകി. ഭൂമി ഒരുണ്ട പോലെ കയ്യിലെന്നെന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ? ഭൂമി എൻ്റെ കയ്യിൽ ഒരു ഉണ്ട പോലെയാണെന്ന് അശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മൊഹീദ്ദീൻ മാലയിൽ കാണാം. ഭൂമി ഒരു ഉണ്ട പോലെ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ഭൂമി എൻ്റെ കയ്യിൽ ഒരു ഉണ്ട പോലെയാണ് എന്ന് മൊഹീദ്ദീൻ ശൈഖ് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം ഈ പഞ്ചായത്ത് മുഴുവൻ എൻ്റെ കയ്യിലാന്ന് പറയത്തില്ല ചിലർ. എൻ്റെ അർത്ഥം എന്താ? മൊഹീദ്ദീൻ ശൈഖിന് ഈ ഭൂമി മുഴുവനും എല്ലാം വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ കഴിയും. സ്ഥലകാലങ്ങൾ താമസമില്ല. എവിടെ നിന്ന് വിളിച്ചാലും സഹായം എത്തിക്കാൻ കഴിയും. അധികാരം ആര് കൊടുത്തു? അള്ളാഹ് കൊടുത്തു. അള്ളാഹിൻ്റെ ആളായി. അള്ളാഹു തആല അധികാരം കൊടുത്തു. കാരണം അള്ളാഹിൻ്റെ ആളായി അള്ളാഹ് കൊടുക്കും. അതാണ് ഭൂമി എവിടെ നിന്ന് വിളിച്ച് എന്നെ വിളിച്ചവർ ഇടരുന്ന നേരത്ത് അവർ കൈ പീഡിപ്പതും ഞാനെന്ന് ചൊന്നോർ വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് ബായ് കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവാർ. വല്ല നിലത്തിനും ഏത് സ്ഥലമായിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, ജപ്പാൻ ആയിക്കൊള്ളട്ടെ, ശൂന്യാകാശമായിക്കൊള്ളട്ടെ, കടലിൻ്റെ ഉള്ളിലായിക്കൊള്ളട്ടെ, ബഗ്ദാദിൽ ചെന്നായിക്കൊള്ളട്ടെ, സാഹിബിൻ്റെ പള്ളിയിൽ നിന്നായിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്ത് നിന്നും മൊഹീദ്ദീൻ ശൈഖ് എന്ന ആത്മാർത്ഥമായി സഹായത്തിന് വിളിച്ചാൽ ബായ് കൂടാതുത്തരം അവൻ്റെ വാടക്കുന്നതിന് മുമ്പ് അവൻ ഉത്തരം കൊടുക്കുമെന്ന് അശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. ഭൂമി എൻ്റെ നിങ്ങളുടെ കയ്യിൽ ഒരു കുള്ളം കയ്യിലെ ബോൾ പോലെയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വിഷയമില്ല, എവിടെ ഇടപെടാൻ കഴിയും. ഖബറിനരികിൽ പോയി വിളിക്കണമെന്നില്ല, എവിടെയും ചെല്ലാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് അള്ളാഹിൻ്റെ വലിയാണ് മൊഹീദ്ദീൻ. നമ്മൾ വിളിക്കാറില്ലേ? കുത്തുബിയത്തിന് 1000 വട്ടം വിളിക്കാറുണ്ട് മൊഹീദ്ദീൻ. കാരണം എന്താ വിളിക്കുന്നത്? എന്തിനാ 1000 വട്ടം? ആ വിളിച്ചു കഴിഞ്ഞാൽ മൊഹീദ്ദീൻ ശൈഖിൻ്റെ സഹായം കിട്ടും. അത് അള്ളാഹു തആല അധികാരപ്പെടുത്തി കൊടുത്തു. ഭൂമി മുഴുവൻ അള്ളാഹിൻ്റെ ആളാ. അള്ളാഹ് കൊടുക്കുന്നയാ.
അള്ളാൻ്റെ ആൾക്ക് അള്ളാഹ് എല്ലാം കൊടുക്കും, ഇഷ്ടപ്പെട്ടത് കൊടുക്കും. അള്ളാഹ് കൊടുക്കുന്നത്, അല്ലാതെ കൊടുത്തുകൊണ്ട് കുറഞ്ഞു പോവാ. നമുക്ക് കുറഞ്ഞു. നമുക്കിപ്പോൾ 1000 രൂപയുള്ളൂ. ഉസ്താദെ ഞാൻ പള്ളിക്കെല്ലാം സംഭാവന തന്ന എൻ്റെ കയ്യിലെ കാശ് തീരും, നമ്മുടെ തീർന്നു. ഞാൻ ഇങ്ങോട്ട് ചോദിക്കും, ഉമ്മമാരെ നമുക്ക് ഒരു പള്ളിയിലേക്ക് ഒരു സോളാർ വെക്കണം, എല്ലാവരും പിരിവിടാൻ പറഞ്ഞാൽ കൂടി വന്നാൽ എന്തായിരിക്കും തരുന്നത്? കാരണം നമുക്ക് കുറച്ചേ ഉള്ളൂ. അള്ളാഹു താലക്ക് അങ്ങ് കൊടുക്കും. എന്നാ കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹ് കുറയത്തുമില്ല, കൊടുത്തില്ലെന്ന് പറഞ്ഞ് കൊടുത്തൊന്നുമില്ല. ഇതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. അതുപോലെ സൂറന്ന കാഹളത്തിന് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം, ഇതൊക്കെ അള്ളാഹിൻ്റെ അടിമകളാണ്. റസൂലുള്ളാഹിക്ക് ലോകം മുഴുവനും റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു മുഅ്തി അനിൽ ഖാസിം, അള്ളാഹു എനിക്ക് തന്നു, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ബദറാണ് ശംസാണ് നബി. നിനക്കെന്ത് റബ്ബിൽ നിന്നു കിട്ടണമെങ്കിലും നബിയെ പിടിച്ചല്ലാതെ ഗതിയില്ലൊന്നിലും. നിനക്കെന്ത് റബ്ബിൽ നിന്നു കിട്ടണമെങ്കിലും നബിയെ പിടിച്ചല്ലാതെ ഗതിയില്ലൊന്നിലും. നിനക്കെന്ത് റബ്ബിൽ നിന്നും കിട്ടണമെങ്കിൽ അതിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് നിനക്ക് കാര്യങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുമ്പോൾ സ്വലാത്തിൽ നിന്ന് അല്ലാഹുമ്മ അൽഹംദുലില്ലാ, അല്ലാഹുവേ സ്തുതി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ. റസൂലേ ഈ കാര്യത്തിൽ ഇടപെടണേ. റസൂലുള്ളാഹിയാണ് പിന്നെ അവന് നല്ലത് ഏതാണ് ശർറ് ഏതാണ് മനസ്സിലാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിച്ചേക്കണം. ഇതാണ് അതിനുള്ള അധികാരം അള്ളാഹു റസൂലിന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള അധികാരം ബഹുമാനപ്പെട്ട സാഹിബ് പാപ്പാക്ക് മഹാനവർക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ ആളല്ലേ. വന്നല്ലോ, പാപ്പ എൻ്റെ കൊച്ചിന് രോഗമാണ്, എൻ്റെ അസുഖമാണ്, സുഖമില്ല, എന്ത് ചെയ്യണം? അസുഖം മാറ്റിക്കൊടുത്തു. അവിടുത്തെ കറാമത്തുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കുദറത്ത് കൊണ്ട് ഉപ്പാപ്പയിലൂടെ അള്ളാഹു സുബ്ഹാനഹു പ്രത്യേകമായ അധികാരം കൊടുത്തു, കറാമത്ത് കൊടുത്തു, മാറ്റിക്കൊടുത്തു. ഉപ്പാപ്പ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ലേ മഹാനവറുകൾ? മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ? മരിച്ചു കിടന്ന മയ്യത്തിനെ ജീവിപ്പിച്ചില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ? ആര് കൊടുക്കുന്നത്? അള്ളാഹ് ഇഷ്ടക്കാർക്ക് കൊടുക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് അള്ളാഹ് അങ്ങനെ കൊടുക്കും. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം കൊടുത്തു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അധികാരം നൽകി. വലിയ അള്ളാഹുവിൻ്റെ മഹാനായപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൻ്റെ കൊമ്പിൻ്റെ ഉടമസ്ഥൻ കൊമ്പിനെ വായിൽ വെച്ചിരിക്കുന്നു. വഹീന ജഹ്ബതഹു, നെറ്റിത്തടം വിശാലമാക്കിയിരിക്കുകയാണ്. വഅസ്ഫാ സമഅഹു, കേൾവിയെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. യന്തദിറു അയ്യു ഉമറ, അള്ളാഹുവിൻ്റെ കൽപ്പന എപ്പോഴാണോ വരുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനം എപ്പോഴാണോ വരുന്നത്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ ഇരിക്കുന്നു. ഫഇദാ നഫഖ, അങ്ങനെ ഊതൂതിയാൽ, കാഹളത്തിൽ ഇസ്രാഫീൽ ഊതിയാൽ, ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ, അങ്ങനെ കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതിയാൽ, യഹ്ലികു കുല്ല മൻ ഫിസ് സമാവാതി അൽ-അർദ്, ഭൂമിയിലും ആകാശത്തുമുള്ള മുഴുവൻ സംഗതികളും ഹലാക്കാകുമെന്ന്, നശിച്ചു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത് കോർപ്പിച്ചിരിക്കുക. എപ്പോഴാണ് ഓതുന്നത്? അള്ളാഹിൻ്റെ കൽപ്പന വരിക. അള്ളാഹു തആല ഉടമപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അള്ളാഹിൻ്റെ കൽപ്പന
അല്ലാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ നിങ്ങൾ ഈ കൽപ്പന ഖുറാനിൽ പറഞ്ഞില്ലേ, ഈസാ നബി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏകൽ കൊണ്ട് കൽപ്പന കൊണ്ട് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഖുർആനിൽ കാണാം. ഇതിൻ്റെ അർത്ഥം എന്താ? പറ. അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടെന്ന് അള്ളാഹിൻ്റെ കൽപ്പനയാണത്. എൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുന്നത് എങ്ങനെ? ഓദിക്കോ ഇനി നമ്മൾ പറയത്തില്ല പിന്നെ ഈസാ നബി നിൽക്കുമോ, മരിച്ചവരുടെ അടുത്ത് നിൽക്കുക, അള്ളാഹുവേ നിൻ്റെ കൽപ്പന വന്നിട്ടില്ല, അപ്പോൾ അള്ളാഹുത്തല കൽപ്പന അങ്ങനെയാണോ ഇത്? അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ട് ഞാൻ ജീവിപ്പിക്കും, അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ട് ഞാനത് ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ കൽപ്പനയാണെന്ന്. നമ്മൾ ചെറുതാക്കിയല്ല കാണേണ്ടത് അതിനെ. നമ്മൾ കൽപ്പന അള്ളാഹിൻ്റെ കൽപ്പന കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എന്താണ്? അങ്ങനെയല്ല. അള്ളാഹിൻ്റെ എനിക്കതിന് കഴിവുണ്ട്, അള്ളാഹിൻ്റെ കൽപ്പനയാണിത്, എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ കൽപ്പന കൊടുത്തിട്ടുണ്ട് അള്ളാഹ് ജീവിപ്പിക്കുമെന്നല്ല, അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ട് ഞാൻ ജീവിപ്പിക്കുന്ന ഈസാ നബി വഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ഞാനാണ്. ബിഇദ്നി, അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന് കഴിവ് കൊടുത്തിട്ടുള്ളത്. അള്ളാഹു തആലയാണ് അതിന് കഴിവ് കൊടുത്തിട്ടുള്ളതെന്നെ അർത്ഥം. അള്ളാഹിൻ്റെ ആളാണ് ഞാൻ, ഇതാണ് അതിൻ്റെ അർത്ഥം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇരുമ്പുകളെ അള്ളാഹു തആല മെരുക്കി കൊടുത്തു. ഏത് ഇരുമ്പിൽ തൊട്ടാലും ഏത് രൂപത്തിലും ആക്കാം. അങ്ങനെയാണ് മഹാനവറുകൾ പടയങ്കി ഉണ്ടാക്കി ജീവിച്ചത്. പടയങ്കി ഉണ്ടാക്കിയാണ് ജീവിച്ചത്. അപ്പോൾ അവർ മഹാനവറുകളുടെ മോചിതത്തേതാ? ഇരുമ്പിൽ തൊട്ട് ഇരുമ്പ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പടയങ്കി ഉണ്ടാക്കി ആളുകൾക്ക് വിൽക്കും. ഇരുമ്പ് എങ്ങനെ പിടിക്കുമെന്ന് അങ്ങനെ നമ്മൾ പിടിച്ചാവോ? അതിങ്ങനെ വളച്ചാൽ വളഞ്ഞു വരും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് അല്ലാഹു തആല കൊടുത്ത കഴിവാണ്. ഇഷ്ടാനുസരണം ചെയ്യാം, അല്ലാഹു തആല കൊടുത്ത കഴിവാണ്. അതാണ് അല്ലാഹു തആല മഹാന്മാർക്ക് പ്രത്യേകം കൊടുത്തു. അങ്ങനെ ഒന്നാമത്തെ ഊതുമ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊതുമ്പോൾ ഇഹ്ലികുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുഴുവൻ നശിക്കും. അതാണ് പറഞ്ഞത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ആകാശഭൂമികൾ മുഴുവൻ നശിക്കും. വഖാലൽ ഇൻസാനു, മനുഷ്യർ പറയുമപ്പോൾ, മനുഷ്യന്മാർ ചോദിക്കുമപ്പോൾ, മാലഹാ, ഈ ഭൂമിക്ക് ഇതെന്ത് സംഭവിച്ചു? ഈ ഭൂമി ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇതെന്ത് സംഭവിച്ചു ഭൂമിക്കെന്ന് മലക്കുകൾ ആ സമയത്തുള്ള മനുഷ്യർ ചോദിക്കും. വഖാലൽ ഇൻസാനു യസ്അലുൽ കാഫിറു ബിൽ ബഅതി, പുനർജീവിതം കൊണ്ട് നിഷേധിച്ച ആളുകൾ, മരിച്ചു കഴിഞ്ഞാൽ ഇനി ജീവിതമില്ലെന്ന് പറഞ്ഞ ആളുകൾ ചോദിക്കും, എന്താണ് ഈ സംഭവിക്കുന്നത്? മാലഹ, ഈ ഭൂമിക്ക് ഇതെന്ത് സംഭവിച്ചു? മരിച്ചു കഴിഞ്ഞാൽ പുനർജീവിതം ഇല്ല, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, അതാണ് കാഫിരീകൾ. മരണശേഷം ജീവിതം, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നു, ഈ ജീവിതം കഴിഞ്ഞാൽ ഇനി ജീവിതമില്ല. അടിച്ചു പൊളിച്ചോട്ടോ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ സുഖിക്കാം, ഈ ജീവിതത്തിൽ കറങ്ങി നടക്കാം, ഈ ജീവിതത്തിൽ എന്തും ചെയ്യാം. ഇത് കഴിഞ്ഞ ഒരു ജീവിതമില്ല. ജീവിതം ഒന്നേ ഉള്ളല്ലോ, അതുകൊണ്ട് പരമാവധി സുഖിച്ചോ പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയ മക്കൾക്ക്. അപ്പോൾ അവർക്ക് തോന്നും എന്തും ചെയ്യാം, ഒരൊറ്റ ജീവിതമേ ഉള്ളല്ലോ, എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും ചെയ്യാം. അപ്പോൾ ഈ ഇത്തരത്തിൽ പുനർജീവിതം നിഷേധിച്ച ആളുകൾ പറയും, എന്തു പറ്റി? വഖാലൽ കാഫിറു, അവർ കാഫിരീങ്ങളായ ആളുകൾ, നിഷേധികളായ ആളുകൾ പറയും, ബിൽ ബഅതി, മരിച്ചു കഴിഞ്ഞൊരു ജീവിതമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, എടാ മരിച്ചു കഴിഞ്ഞ ജീവിതമൊന്നുമില്ല, അതൊക്കെ കള്ളക്കഥകളാണ്, അങ്ങനെയൊന്നുമില്ല. ഉമ്മാമാർ വെറുതെ പറയുന്നതാണ്, ഖുർആൻ വെറുതെ പറയുന്നതാണ്, അള്ളാഹു അങ്ങനെ വെറുതെ പറയുന്നതാണ്, റസൂല് വെറുതെ പറയുന്നതാണ്. ഈ ഒരു ജീവിതമേ ഉള്ളൂ, ശാസ്ത്രമാണ് വലുത്, ശാസ്ത്രം മാത്രമേ ഉള്ളൂ,
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വസ്വാസ് ഉണ്ടാക്കുകയും പിഴപ്പിക്കുകയും നമ്മുടെ മക്കളെ യുക്തിവാദത്തിലോട്ടും നിരീശ്വരവാദത്തിലോട്ടും കൊണ്ടുപോകുന്ന ആളുകൾ ആ സമയത്ത് ചോദിക്കും, മാലഹ, ഈ ഭൂമിക്ക് എന്ത് പറ്റി, ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അവർക്ക് മനസ്സിലാകും കയ്യിൽ നിന്ന് കാര്യം വിട്ടുപോയി. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. മാതാ വഖഅലിൽ അർളി, ഈ ഭൂമിക്ക് ഇതെന്ത് സംഭവിച്ചു? യഖൂലുഹാ തഅജ്ജുബൻ മിൻ തിൽകൽ ഹാലാ, അത്ഭുതത്തോടുകൂടി അവർ ചോദിക്കും. ഈ അവസ്ഥകൾ കണ്ട അത്ഭുതത്തോടുകൂടി അവർ ചോദിക്കും, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത്? ഈ ഭൂമി അടിപൊളി ഭൂമിയായിരുന്നല്ലോ, ദുബായ് ആയിരുന്നല്ലോ, സിംഗപ്പൂരായിരുന്നല്ലോ, ബീച്ചിൽ പോയിരുന്നല്ലോ, ഇത്രയും നാൾ ഭൂമിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു, സിനിമക്ക് പോയവരല്ലേ, തോന്നിവാസം കാണിച്ചവരല്ലേ, ഈ ഭൂമി നശിക്കില്ല എന്ന് വിചാരിച്ച ആളുകളല്ലേ, എന്ത് പറ്റിപ്പോയി ഈ ഭൂമിക്ക്, എന്ത് പറ്റിപ്പോയി ഈ ഭൂമിക്കെന്ന് കാഫിരീങ്ങളായ ആളുകൾ ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഖാലൽ ഇൻസാനു, പുനർജീവിതമില്ലെന്ന് പറയുന്ന ആളുകൾ ചോദിക്കും, മാലഹ, പടച്ചവനെ ഭൂമിക്ക് എന്ത് പറ്റിപ്പോയല്ലാ, ഭൂമി കുലുങ്ങുകയാണല്ലോ അല്ലാ, കിടുകിട വിറക്കുകയാണല്ലോ അല്ലാ, പർവ്വതങ്ങൾ പൊട്ടുകയാണല്ലോ അല്ലാ, സുനാമി തിരമാലകൾ വരികയാണല്ലോ അല്ലാ, പ്ലേറ്റുകളെല്ലാം തരിപ്പണമാവുകയാണല്ലോ അല്ലാ, വണ്ടിയെടുത്തുകൊണ്ട് പോകുന്നു രക്ഷപ്പെടാൻ, വൻ സ്പീഡിൽ പോകുമ്പോൾ മറ്റ് വാഹനങ്ങൾ വന്നിടിക്കുന്നു, പൊട്ടിപ്പിളരുന്നു, ഭൂമികൾ രണ്ടായി പിളരുന്നു, മൂന്നായി പിളരുന്നു, വലിയ വലിയ കഷ്ണങ്ങളാകുന്നു, ബിൽഡിങ്ങുകൾ തലയുടെ മുകളിൽ വന്ന് വീഴുന്നു, ശക്തമായ പ്രഹരങ്ങൾ നടക്കുന്നു. വലിയ സംഭവങ്ങൾ നടക്കാൻ പോണത്. അപ്പോഴാണ് നിഷേധികൾക്ക്, ആ സമയത്താണ് വെളിച്ചം വരുന്നത്, ഭൂമി അവസാനിക്കാൻ പോകുന്നു. അതുവരെ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. മോനെ പള്ളിയിൽ പോ, നിസ്കരിക്ക്, പള്ളിയിൽ പോ, ഖുറാൻ ക്ലാസ്സിൽ പോ, ഒന്ന് മഗ്‌രിബ് കഴിഞ്ഞൊന്ന് ഖുറാൻ ഓത്. അവൻ പറയും ഇതൊന്നുമില്ല, അവന് തലയോട്ടൊന്നും കയറുന്നില്ല. പറഞ്ഞ് നമ്മുടെ നാവിലെ വെള്ളം പറ്റും. അവൻ പറയും ഇതൊന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ്, കള്ളമാണ്. പക്ഷെ ഇതൊക്കെ അവൻ സത്യമാക്കും. ഭൂമി കുലുങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവന് മനസ്സിലായി എന്ത് പറ്റി. അവനെ വിളിക്കും, എന്ത് പറ്റി, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നെറ്റെല്ലാം ഓഫാണ്, ഫോണൊന്നും പോണില്ല, വലിയ ടവറുകളൊക്കെ വീണുപോയി, ഇൻ്റർനെറ്റൊന്നും ഇല്ല, എന്ത് പറ്റി എന്നവൻ ചോദിക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ തുഖ്ബിറു കലാമിൻ ഹഖീഖിയ്യിൻ ബിമാ അമില അലൈഹാ മിൻ ഖൈരിൻ വശർരിൻ. സമയം എത്രയായി? എന്താണ് ചോദിക്കുന്നതെന്ന് അറിയണ്ടേ? യൗമ ഇതിൻ, അന്നേ ദിവസം, ഖിയാമത്ത് നാളിൽ, മഹ്ശറയിൽ, തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങും. എന്താണ് പറയേണ്ടത്? ബിതുഖ്ബിറു ബികലാമിൻ ഹഖീഖിയ്യിൻ, സത്യമായ കാര്യങ്ങൾ ഭൂമി പറയാൻ തുടങ്ങും. ബിമാ അമില അലൈഹാ, ആ ഭൂമിയുടെ മുകളിൽ വെച്ച് അവൻ ചെയ്ത കാര്യങ്ങൾ ആ ഭൂമി വിളിച്ച് പറയാൻ തുടങ്ങും. മിൻ ഖൈരിൻ വശർരി, നല്ല കാര്യങ്ങളാണെങ്കിൽ ഭൂമി വിളിച്ച് പറയും. ഈ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഈ പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, ഇവർ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതിയതാണ്, എൻ്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് ഖുർആൻ ഓതിയ ഉമ്മയാണ്, എൻ്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് തസ്ബീഹ് ചൊല്ലിയ വാപ്പയാണ്, എൻ്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് നമസ്കരിച്ച ഉമ്മയാണ്, എൻ്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് ഖുർആൻ ക്ലാസ് കേട്ട ഉപ്പയാണ്, എൻ്റെ മുകളിൽ നിന്നും പരിശുദ്ധമായ വിത്ർ നിസ്കരിച്ച ഉപ്പയാണ്. ഭൂമിയുടെ സ്ഥലങ്ങൾ വിളിച്ചു പറയും, നല്ല കാര്യങ്ങൾ വിളിച്ചു പറയും. വശരീ,
ആ ഖിയാമത്ത് നാളിൽ ഭൂമി വിളിച്ചു പറയും, അല്ലാഹുവേ, ഈ എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇവൻ കള്ളു കുടിച്ചത്, എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അന്യ പുരുഷന്മാരെ ഇവൾ വിളിച്ചത്, എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ള ഉമ്മമാരെ കുറ്റം പറഞ്ഞത്, എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഹറാമായ സീരിയൽ സിനിമകൾ കണ്ടത്, എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് വലിയ വലിയ തോന്നിയവാസങ്ങൾ പറഞ്ഞത്, എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് കള്ളം പറഞ്ഞതല്ലാ, ഞാൻ സാക്ഷിയാണല്ലാ, ഞാൻ സാക്ഷിയാണല്ലാ എന്ന് നന്മതിന്മകൾ കാണുന്ന ഭൂമികൾ നാളെ ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഭൂമി വിളിച്ചു പറയും, അല്ലാ, ഈ ഉമ്മ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഖുർആൻ ഓതി, എൻ്റെ മുകളിൽ നിന്ന് ഖുർആൻ ഓതി കേട്ടോ, എൻ്റെ മുകളിൽ നിന്ന് നിസ്കരിച്ചത് കേട്ടോ, എൻ്റെ മുകളിൽ നിന്ന് കൊണ്ടാണ് തസ്ബീഹ് നിസ്കരിച്ചത് കേട്ടോ, നല്ല കാര്യങ്ങൾ ചെയ്തത്, പാവങ്ങൾക്ക് ധർമ്മം കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഭൂമി സാക്ഷി പറയും. നന്മക്കും തിന്മക്കും ഭൂമി സാക്ഷി പറയുമെന്ന് അള്ളാഹ് പറയുക. പിന്നെ സാക്ഷി പറയുന്ന അറിയാലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വാക്ക് സീല് വെക്കും. അൽയൗമ ബാക്കി ഒതുക്കി, അൽയൗമ നഖ്തിമു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വാക്ക് സീല് വെക്കും. പിന്നെ വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകൾ സാക്ഷി പറയും. വതശ്ഹദു അർജുലുഹും വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവൻ്റെ കൈകാലുകൾ സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അവൻ ചെയ്ത തിന്മകളുണ്ടല്ലോ, അവൻ്റെ വാക്ക് സീല് വെക്കും. കൈ സംസാരിക്കാൻ തുടങ്ങും, കാല് സാക്ഷി നിൽക്കാൻ തുടങ്ങും, അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, ഭൂമി സംസാരിക്കാൻ തുടങ്ങും. കളി അള്ളാനോട് വേണ്ടമ്മ, റസൂലിനോട് വേണ്ട ഉപ്പ, ഇതൊന്നും ആരും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. കൂരിരുട്ടത്ത് ഒറ്റക്കൊരു റൂമിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം ചെയ്താലും നിന്റെ കൈ സാക്ഷി പറയുമേ, നിന്റെ സ്ഥലം സാക്ഷി പറയുമേ, നിന്റെ കാലുകൾ സാക്ഷി പറയുമേ, നിന്റെ കണ്ണുകൾ സാക്ഷി പറയുമേ. അള്ളാഹു അതിനെല്ലാം നിസാരമാണ്. എല്ലാം അള്ളാഹു തആല പറയിപ്പിക്കും, എണ്ണി 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 പറയും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല പ്രവർത്തനം ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി നബീന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റഹ്മാനേ റഹീമേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്.
നിനക്കറിയാം, പക്ഷേ നിൻ്റെ മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഹബീബായ നിബിതങ്ങളെ സ്നേഹിക്കുന്നു, ഔലിയാക്കളെ സ്നേഹിക്കുന്നു, മശായിഖന്മാരെ സ്നേഹിക്കുന്നു, സാഹിബ് ഉപ്പാപ്പ അടക്കമുള്ള മഹാന്മാർ, തങ്ങന്മാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദുആക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാഹ്. ഖുർആൻ പറഞ്ഞ മജ്ലിസാണ്, ഇദാ സുൽസില ഓതിയ സ്ഥലമാണ്, വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. പഠിച്ചവനെ, ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ ധാരാളം പാപങ്ങൾ ചെയ്തവരാണ് ഞങ്ങളെല്ലാവരും, നിനക്കറിയാം. അല്ലാഹുവേ, പാപക്കറകളാണ്, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവാനുള്ള മാർഗങ്ങൾ നൽകണമല്ല. പഠിച്ചവനെ, വിട്ടുപുറക്കണമല്ല, മാപ്പ് ചെയ്യണമല്ല. ഞങ്ങളുടെ തെറ്റിൻ്റെ കാഠിന്യത്താൽ അവസാനം ഈമാൻ കെട്ട് കാഫിറായി ചത്തുപോകുന്നതിനെ തൊട്ട് കാവൽ നൽകണമല്ല. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് നല്ല ഈമാൻ നൽകണമല്ല. ബദരീങ്ങളുടെ കാവൽ നൽകണമല്ല. മൊഹീദ്ദീൻ ശൈഖിൻ്റെ കാവൽ നൽകണമല്ല. കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വെള്ളിയാഴ്ച പകലോ രാവോ ഒക്കെ മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനെ, തെറ്റിൻ്റെ കാരണത്താൽ ഞങ്ങളുടെ ആക്കിബത്ത് കേടാക്കരുത് അല്ലാഹ്. ദുആനെ തട്ടിക്കളയരുത് അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണമല്ല. ഞങ്ങളുടെ നാവിനെ നന്നാക്കണമല്ല, ഞങ്ങളുടെ കണ്ണിനെയും ചെവിനെ നന്നാക്കണമല്ല, ഞങ്ങളുടെ വയറിനെ നന്നാക്കണമല്ല, ഹൃദയത്തെ നന്നാക്കണമല്ല, അവയവങ്ങളെ ശുദ്ധീകരിക്കണമല്ല, ഈമാൻ നൽകണമല്ല, തഖ്വ നൽകണമല്ല, സൂക്ഷ്മത നൽകണമല്ല, മടിയന്മാരാക്കരുത് അല്ലാഹ്. ഇബാദത്തെടുക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. സ്വലാത്തുകൾ ഓതുവാനും ഖുർആൻ ധാരാളം ഓതുവാനും തൗഫീഖ് നൽകണം തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം നാഥാ. പഠിച്ചവനെ, ഞങ്ങളുടെ ഉപ്പക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ല, ഞങ്ങളുടെ ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ല. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ അവരോട് കാരുണ്യം കാണിക്കണമല്ല. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ വിശാലമാക്കണമല്ല, സന്തോഷമാക്കണമല്ല. ഈ ഓതി വെച്ച ഖുർആൻ്റെയൊക്കെ കൂലി ആ ഉമ്മക്കും ഉപ്പക്കും ഹദിയ നൽകണമല്ല. ജീവിച്ചിരിക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും ആഫിയത്തും ആരോഗ്യവും സിഹത്തും കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദന്മാർ, ഗുരുവര്യന്മാർ, ഉമ്മമാർ, സഹോദരന്മാർ, കൂടിയിട്ടുള്ള ഉപ്പമാർ, ആരൊക്കെയാണോ ഖുർആൻ ക്ലാസ് സ്ഥിരമായി വരുന്നത്, എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമല്ല. ഞങ്ങളുടെ ഭർത്താവിന് മഗ്ഫിറത്ത് നൽകണമല്ല, ഭാര്യയ്ക്ക് മഗ്ഫിറത്ത് നൽകണമല്ല, ഞങ്ങളുടെ കുട്ടികൾ, പേരക്കുട്ടികൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ല. അല്ലാഹുവേ, ഉസ്താദന്മാരായ ഞങ്ങൾക്ക് എത്രയോ കഷ്ടപ്പെട്ട് ഭക്ഷണം തരുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് പ്രത്യേകമായ മഗ്ഫിറത്ത് കൊടുക്കണമല്ല. അവരുടെ കഷ്ടപ്പാടുകൾ നീ സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, നിരവധി അനവധി രോഗികളുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, എത്രയോ ആളുകൾക്കാണ് തടവി സുഖപ്പെടുത്തിയത്. മഹാന്മാർ തടവി ഒരു നോട്ടം കൊണ്ട് തന്നെ സുഖപ്പെടുത്തിയ അസുഖങ്ങളുണ്ട്. നീയാണ് അതൊക്കെ അവർക്ക് നൽകിയത്. അവർക്കൊക്കെ നീ കഴിവ് നൽകിയവരാണ്. ഇവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് ധാരാളം അസുഖങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൂടി ഉമ്മമാർ ഉപ്പമാർക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും അസുഖങ്ങൾ റസൂലിൻ്റെ ബറക്കത്ത് കൊണ്ട്, സാഹിബ് പാപ്പയുടെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും സിഹത്തും ഖുവ്വത്തും നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, കൈകാല ധരിപ്പ്, മുട്ടുവേദന, ക്യാൻസർ, ലിവർ പ്രശ്നം, കൊളസ്ട്രോൾ, ഷുഗർ, അല്ലാഹുവേ, പ്രഷർ, സന്ധിവേദന, പല സ്ഥലങ്ങളിലും വേദനകൾ, പുറത്ത് പറയുന്നതും പറയാത്തതുമായ സുഖങ്ങൾ, അല്ലാഹുവേ ശിഫ നൽകണം അല്ലാഹ്. മാനസികമായ ടെൻഷൻ, ബുദ്ധിമുട്ട്, മനപ്രയാസ, ദുഃഖങ്ങൾ, ദുരിതങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, ശിഫ കൊടുക്കണമല്ല. മനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണമല്ല. ഹബീബിനെ കൊണ്ട് പരിഹാരം നൽകണമല്ല. ഹബീബിനെ കൊണ്ട് പരിഹാരം നൽകണമല്ല. ഹബീബിനെ കൊണ്ട് പരിഹാരം നൽകണമല്ല. സ്വഹാബികൾക്ക് പരിഹാരം കൊടുത്ത നേതാവാണല്ലോ അല്ലാ. ഇപ്പോഴും അവിടുന്ന് ഞങ്ങളുടെ റസൂലാണല്ലോ അല്ലാ. മുത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ പരിഹാരം നൽകണമല്ല. കടങ്ങൾ വീട്ടാൻ മാർഗങ്ങൾ നൽകണമല്ല. കുടുംബത്തിൽ സന്തോഷവും ബറക്കത്തും നൽകണമല്ല. സ്നേഹം നൽകണമല്ല. ഈമാനുള്ള കുടുംബമാക്കണമല്ല. ഭർത്താക്കന്മാരെ നന്നാക്കണമല്ല. അവർക്ക് നല്ല സ്വഭാവം കൊടുക്കണമല്ല. മരണപ്പെട്ടുപോയ മക്കളടക്കം മഗ്ഫിറത്ത് നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനെ, റഹീമെ, ഹജ്ജിന് പോയ ആളുകൾ, പോകാനിരിക്കുന്ന ആളുകൾ,
എൻ്റെ കൊച്ചാപ്പടക്കം നാളെ പോകുന്നുണ്ട്. അള്ളാഹുവെ മഹലിൽ നിന്ന് പല ആളുകളും നാളെ പോകുന്നുണ്ട്, പോയവരുണ്ട്. എല്ലാവർക്കും ആ പുണ്യഭൂമിയിൽ ചെന്ന് ആ കഅബ ഷരീഫ് ഒന്ന് കൺകുളിർക്കെ കാണുവാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. അള്ളാഹുവെ മഖബൂലും മബറൂറുമായ ഹജ്ജാക്കണം തമ്പുരാനെ. എല്ലാത്തിലും ഉപരി ആ റസൂലിൻ്റെ ഹളറത്തിൽ പോയി ആ റസൂലിനോട് ഞങ്ങളുടെ വേവലാദികൾ നേരിട്ട് പറഞ്ഞ് ആ ഹബീബിന് സലാം പറഞ്ഞ് അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ആ ഹബീബിനെ പലതവണ സ്വപ്നത്തിൽ ദർശിക്കുവാൻ തൗഫീഖ് നൽകണം നാഥ. അള്ളാഹുവേ റഹ്മാനെ, പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് വിജയകരമാക്കണം അല്ലാഹ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കുവാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. അള്ളാഹുവേ റഹ്മാനെ, മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. കുട്ടികളില്ലാത്തവർക്ക് ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണം അല്ലാഹ്. തന്ന സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. അവരുടെ പഠനത്തിലും മറ്റും ഖൈറും ബറക്കത്തും നൽകണം തമ്പുരാനെ. നല്ല ബുദ്ധി കൊടുക്കണമല്ല, തൻ്റെ ഇടം കൊടുക്കണമല്ല, ഹിഫ്ദ് കൊടുക്കണമല്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരാണ്, ഇടപെടുന്നവരാണ്. ഒരു ചതിയിലും മുസീബത്തിലും ഇടങ്ങേറിലും ബലായിലും അപകടങ്ങളിലും എല്ലാ ഷർറുകളിൽ നിന്നും സാഹിബ് പാപ്പയുടെ ബറക്കത്ത് കൊണ്ട്, റസൂലിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കതിലെല്ലാം നിൻ്റെ നോട്ടം നൽകണമല്ല. ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് നയിക്കണമല്ല. അപകട മുസീബത്തുകളെ തൊട്ട് പെട്ടെന്നുള്ള ദുരന്തങ്ങൾ, വലിയ വലിയ അസുഖങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, പെട്ടെന്നുള്ള സംസാരങ്ങൾ എല്ലാത്തിൽ നിന്നും കാവൽ നൽകണം തമ്പുരാനെ. ഒരു സ്ഥലങ്ങളിൽ ഞങ്ങളെ വഷളാക്കരുതേ അല്ലാഹ്. ഇസ്സത്തിലാക്കണം അല്ലാഹ്. ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇസ്സത്തിലാക്കണം അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم